ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചെറിയ മഴയോട് കൂടി ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് പോയി അപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ ഞാൻ ഈ എഗ്ഗ് കഴിക്കില്ല, ഇച്ചിരി പാടാണ്. എഗ്ഗ് അങ്ങനെ കഴിക്കത്തില്ല. അതുകൊണ്ട് ഉള്ളിക്കറി എടുത്തു. ധാരാളമായി നല്ല ഫുഡായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം എന്തെങ്കിലും ഈ കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങൾ തിന്നണം എന്നൊരു ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്. അതുപോലെയാണ് നിങ്ങൾക്കും. ഓക്കെ, അപ്പം കുറേ ആയി ഇങ്ങനെ ചിപ്സും ഇതൊക്കെ തിന്നുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഒന്ന് കഴിക്കാൻ തോന്നി. അപ്പം ഇതാണ്. ഇന്ന് നല്ല രസമുണ്ട് ആകാശം കാണാൻ. പക്ഷെ നമുക്കിങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിരിക്കുന്നത്. ഓക്കെ, അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കറിയുണ്ട്, അപ്പോൾ അതും ഒന്ന് ചൂടാക്കി ചിക്കനും പൊരിച്ചിട്ട് ഒരു തട്ടിക്കൂട്ട്. അതായത് ലഞ്ചിന് ചോറ് തിന്നാൻ ഒരു താല്പര്യമില്ല. അപ്പം പിന്നെ വിചാരിച്ചു ഇങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ ഉണ്ടായിരുന്നു, അത് കുറച്ച് ഫ്രൈ ചെയ്യാം. പിന്നെ കറി ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഒന്ന് പറയണം കേട്ടോ. അപ്പം ലഞ്ചിന് ഇതാണ് ആക്കിയത്. ഇപ്പം എന്താണെന്നറിയത്തില്ല, ചോറിനോടൊരു താല്പര്യക്കുറവ്. നല്ല കറികളൊക്കെ ആകുമ്പോൾ ചോറ് അത്യാവശ്യം കഴിക്കും. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. അപ്പം ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും. അപ്പം ഇതുപോലെയൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് കഴിക്കും. അപ്പം 2 ചപ്പാത്തിയും അതാണ് കഴിച്ചത്. ഇനിയിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് കണക്ക് ഇനി എടുക്കണം. അപ്പോഴത്തേക്ക് ക്ലാസ് എക്സാമൊക്കെ ഒന്ന് കഴിയട്ടെ. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈവനിങ് ആയപ്പോൾ ചായ ഇട്ടു. അപ്പം ചായ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് മുമ്പേ ഇട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഏലക്കയൊക്കെ ഇട്ട് നല്ല രീതിക്ക് ചായ ആക്കി ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ ആ ഒരു കടുപ്പ് അതിലോട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം വൈകിട്ടായപ്പോൾ ഇതാ പിന്നെയും മഴ ചാറ്റൽ. ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വെയിൽ കണ്ട് നമ്മൾ പോയി ഡ്രസ്സൊക്കെ വിരിച്ച് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ മഴ വരും, പെട്ടെന്ന് തന്നെ പോകും, പിന്നെ ഇതാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത മഴയും പിന്നെയും കോള് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുവാണ്. അപ്പം ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് വെയിൽ, ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് വെയിൽ, അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ അതിനായി ആവശ്യത്തിനോളം മൈദ എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ 1.5 കപ്പ് മൈദ അത്ര എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾ ആ ഒരു മൈദ എക്സ്ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പം പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അല്ലാണ്ട് പഞ്ചസാര ഇല്ലാണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ഏലക്ക പൊടിച്ചത് ഇടണമെങ്കിൽ അങ്ങനെ, എനിക്ക് പിന്നെ ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഇതാക്കി ഇട്ടതാണ്. അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് സോഡാപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ബാറ്ററി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഒരു കളറിന് വേണ്ടി ചേർത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് ചേർത്താൽ മതി. ഓക്കെ, അപ്പം ഇതൊന്ന് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ, ഇല്ലെങ്കിൽ ഇത് കട്ടിയായി പോവും, പിന്നെ എനിക്ക് ഇരട്ടി പണിയാവും. മറ്റേ പാസ്ത ചെയ്ത കണക്ക് അതേ അവസ്ഥയാവും. അപ്പം ഞാനൊന്ന് മിക്സ് ചെയ്ത് ബാറ്റർ ചെയ്തിട്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇനി ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ഒരു കാര്യം ഇടാൻ മറന്നുപോയി, ജീരകമാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ബാറ്ററിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കുക, എങ്കിൽ ആ ഒരു ഇതൊക്കെ നല്ല രീതിക്ക് ആകത്തുള്ളൂ. പിന്നെ 1-2 മണിക്കൂറായാലും കുഴപ്പമില്ല. ഒരു വൈകിട്ട് ഉണ്ടാക്കാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചാലും ബെറ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതാ കുഞ്ഞു പീസായിട്ടാണ് ഞാൻ പഴം കട്ട് ചെയ്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം, ചെറുതാക്കി കട്ട് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ കുഞ്ഞിതാ ഈ ഒരു പീസാക്കിയാണ് കട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കുഞ്ഞു പീസാണ്, നമുക്ക് കഴിക്കാൻ നല്ല രസമാണല്ലേ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് പൊരിച്ചെടുത്ത് വരിക, അത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഉണ്ട് പൊരിച്ച് വരാൻ. അപ്പം അതൊക്കെ ആയിട്ട് കാണാം. അപ്പം ഇതും കൂടെ ആകുമ്പം നമ്മുടെ പഴംപൊരി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ഒരു ഷേപ്പ് കണ്ടിട്ട് ആരും ഞെട്ടണ്ട, ഇത് കുഞ്ഞു കുഞ്ഞു പഴംപൊരി ആയതുകൊണ്ടാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഈവനിങ്ങൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് ടോപ്പിൽ പോയി. സത്യം പറഞ്ഞാൽ ഈവനിങ്ങൊക്കെ ആകുമ്പോൾ ഈ ടോപ്പിൽ പോയി നിന്ന് ഒരു സൺസെറ്റ് വ്യൂ അടിപൊളിയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു സൺസെറ്റ് വ്യൂ എത്രയാണെന്ന്. ഇതിപ്പം താഴെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇനി ഞാൻ മുകളിൽ പോയിട്ട് വീഡിയോ എടുക്കാം. നല്ല രസമെന്ന് പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. കുറേ നേരം അവിടെ ഇരിക്കാമെന്ന് തോന്നും. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്ന സമയത്ത് കറക്റ്റിന് ഇതോ റോക്കറ്റ് വന്നു. ആ ഒരു വര നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഒരു വര കണക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഫോക്കസ് ചെയ്യാൻ നോക്കിയിട്ട് ഇതാവുന്നില്ല പെട്ടെന്ന്. അപ്പോൾ ഈ റോക്കറ്റ് ആണെങ്കിൽ പോവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സൺസെറ്റ്. എങ്ങനെയുണ്ട് സൺസെറ്റ്? അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇതുപോലെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ നല്ലൊരു സൺസെറ്റും നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു ഈവനിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ അപ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണ്ടേ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ കയറാം. വീട്ടിൽ തന്നെ ഇനിയിപ്പോൾ നമുക്ക് അകത്ത് പോവാം. പിന്നെ അങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ ഗൈസ്, ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം കാണും. അപ്പം ഉമ്മ ഇങ്ങനെ ഇത് തോരൻ വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പം തോരൻ വെച്ചിട്ട് ഉള്ള ഇത് ഞാൻ വെച്ച ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത്? നിങ്ങൾ ഇതൊക്കെ കഴിക്കുമോ തോരനാക്കി? അപ്പം അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് സംഭവം എന്തെന്ന് അറിയത്തില്ല. പിന്നെ കുറച്ച് തേങ്ങ ഇടുവാനുള്ള ടാസ്ക്. നമ്മളെവിടെ പോയാലും തേങ്ങ ഇടുവൊക്കെ തന്നെ. അതാണ് ഏറ്റവും വലിയ വിഷമം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതും എന്നാൽ എനിക്ക് എപ്പോഴും കിട്ടുന്ന പണിയാണ്. അപ്പോൾ നല്ല നൈറ്റ് ഉണ്ടാക്കി ഫ്രഷ് ചൂടോടെ നല്ല ചീനി പുഴുങ്ങിയതും മുളക് ഉടച്ചതും പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്ത ഒരു ചിക്കൻ്റെ പീസും ഉണ്ടായിരുന്നു. ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. നമ്മളുടെ ഇവിടെ ചീനി എന്നാണ് പറയുന്നത്. ചിലയിടത്ത് കിഴങ്ങ്, കപ്പ ഇങ്ങനെയൊക്കെ പറയും. അപ്പം നിങ്ങൾക്ക് ഞാൻ തരികയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.